ഗുണകരമാണ്. കാരണം എൻ്റെ ലൈഫ് തന്നെയാണ് ഇതിന്റെ മാറ്റത്തിന്. ഞാൻ പണ്ട് ഒരു കഥാപുസ്തകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് PT പീരീഡ് ഉണ്ടാവുമായിരുന്നു. ആ PT പീരീഡ് എല്ലാ കുട്ടികളും കളിക്കാൻ പോകും. ആ കളിക്കാൻ പോകുന്ന സമയത്ത് പുസ്തകം ബാലരമ ഉണ്ടായിരുന്നു, പൂമ്പാറ്റ. അപ്പൊ ചില കുട്ടികൾ ആ പീരീഡ് ഇത് വായിക്കില്ല. അപ്പൊ ഞാൻ ആ PT പീരീഡ് ഈ പൂമ്പാറ്റ വായിക്കാൻ വേണ്ടി കാത്തിരിക്കും. അപ്പൊ ഈ പൂമ്പാറ്റ കിട്ടുമ്പോൾ അത് വായിക്കാല. പക്ഷെ ലൈബ്രറിയിലെ പുസ്തകങ്ങളൊന്നും തന്നെ അന്ന് തരുമായിരുന്നില്ല. ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങൾ കിടക്കുന്നുണ്ട്, ഒരു പുസ്തകം പോലും ഞങ്ങൾക്ക് വായിക്കുമെന്ന് പറഞ്ഞിട്ട് തരില്ല. ഇനി ഇൻ കേസ് ഈ പൂമ്പാറ്റ ബാലരമ വായിക്കുകയാണെങ്കിൽ അതൊരു വലിയ തെറ്റാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ വെച്ചിട്ട് കാണാതൊക്കെ വായിക്കാം. ഇന്ന് നേരെ തിരിച്ചാണ്. നമ്മൾ ഏത് പുസ്തകം വേണമെങ്കിൽ കുട്ടിക്ക് വായിക്കാനുള്ള അത്രയും വായനയുടെ ലോകം ചുറ്റുഭാഗത്തും ക്ലാസ്സിലും എത്ര വേണമെങ്കിൽ വായിക്കാം. അപ്പൊ അതെന്റെ ഒരു സങ്കടമായിരുന്നു. ശരി, ഇത്രയും വായിക്കാൻ കുട്ടികൾക്ക് അവസരം കിട്ടുക. അതേപോലെ അന്ന് ഇന്നത്തെ ഒരു അവസരമാണെങ്കിൽ എന്റെ അഭിനയമൊക്കെ അന്നേ ടീച്ചേഴ്സ് കണ്ടുപിടിച്ച് കൊണ്ടുപോകുമായിരുന്നു. പാട്ടാണ്, എന്താണോ നമ്മുടെ കഴിവ്, ഉള്ളിലുള്ള എല്ലാ പൊട്ടൻഷ്യലും പുറത്തേക്ക് എടുക്കാനുള്ള നല്ലൊരു അവസരം ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് വലിയ മാറ്റമാണ്. നമുക്ക് കവിത എഴുതണോ, എഴുതാം, എന്തിനും സ്വാതന്ത്ര്യം. അത് എഴുതാനുള്ള വേണ്ടത്ര റിസോഴ്സുകൾ നമുക്ക് കൊടുക്കുക കുട്ടികൾക്ക്. അപ്പൊ അതുകൊണ്ട് ഭാഗ്യം ചെയ്ത കുട്ടികളാണ് ഈ തലമുറ. പിന്നെ പ്ലസ് നമുക്ക് അവരുമായിട്ടുള്ള ഒരു ഹാർട്ട് ടച്ച്. ഇപ്പൊ തന്നെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ കുട്ടികൾ ഒടി വന്ന് കെട്ടിപ്പിടിക്കും. എന്തെന്നല്ല വരാൻ, നമ്മളെ ചീത്ത പറയുക ചെയ്യാം, എന്തെന്നല്ല വരാൻ എന്നൊക്കെ 1ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇത് പണ്ട് അങ്ങനെയല്ല. നമ്മൾ അധ്യാപകരെ കാണുമ്പോ തന്നെ എന്ത് പറയണം എന്ത് പറയില്ല. ഇന്നത്തെ എക്സാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ടെൻഷൻ, കുട്ടികൾക്ക് ഒരു ടെൻഷൻ ഇല്ല. ടീച്ചർ പഠിക്കേണ്ടതാണ്.